അടിസ്ഥാന ഗുണം നന്മയാണ്. അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് അധ്യാപകന്റെ ലക്ഷ്യമെന്നും സർഗാത്മക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ തിരിച്ചറിയാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ പുതുവനാനി MI ഗേൾസിലെ പ്രധാനാധ്യാപകൻ CV നൌഫൽ മാസ്റ്ററെ സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 99.9% കുട്ടികൾ വിജയിച്ച് കയറി വരുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പുറകിലുള്ള ഇച്ഛാശക്തിയെ പരിശോധിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ ആദരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനും ബഹുമാനമായ ഹെഡ് മാസ്റ്റർ ശ്രീ നൌഫൽ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ കഠിനാധ്വാനവും പിന്തുണയും നിങ്ങളെ വലിയ തോതിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ ഗുരുനാഥന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയ്ക്കുള്ള അവാർഡ് നൽകിയ ശ്രീ നൌഫൽ മാസ്റ്ററിനുള്ള ആദരിക്കുന്ന സമ്മേളനമാണ് നമ്മൾ വിളിച്ചത്. ഈ നാടിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി വളരെ ബഹുമാനപൂർവ്വം ആദരവോടും ശ്രീ നൌഫൽ മാസ്റ്ററെ അഭിനന്ദിക്കുന്നതായി ആഗ്രഹിക്കുന്നതായി ഞാൻ അറിയുകയാണ്. അധ്യാപനം കേവലമായ യാന്ത്രികമായ ഒരു പ്രക്രിയയായ ഒന്നിനും കൊള്ളാത്ത ഏർപ്പാടായി മാറുന്ന ഒരു കാലത്താണ് അധ്യാപകരോട് സമൂഹം കാണിക്കുന്ന ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പിന്നിലുള്ള ഘടകം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള അറിവിന്റെയും ഊർജത്തിന്റെയും കരുണയുടെയും നന്മയുടെയും സ്നേഹത്തിന്റെയും എല്ലാം നോക്കിയെടുത്ത് ഉദ്ദീപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടരാണ് അധ്യാപകർ എന്നുള്ളത്. നമുക്കെല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായി നന്മയാണ്. പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭാ സെക്രട്ടറി ഹംസ ബിൻ ജമാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യഹിയ മാസ്റ്റർ, അഷ്റഫ് കോക്കൂർ, OO ഷംസു, കൌൺസിലർ P ഹസൻ കോയ, C ഉമ്മർ, PTA പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അൽഷാം